ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൊറോട്ട നമ്മളൊന്ന് ചുരുട്ടിയിട്ട് ഒന്ന് മുറിച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ ലെയർ ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. മുട്ടയോ പാലോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള ലെയേർഡ് പൊറോട്ടയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. 2 കപ്പ് എന്ന് വെച്ചാൽ 250-ൻ്റെ കപ്പാണ്. അതിനുശേഷം ഇതിലോട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് മാവ് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേറെ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. ഇനി നമ്മൾക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഇച്ചിരി ആയിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു 175 ml വെള്ളമാണ് ആവശ്യം വന്നിരിക്കുന്നത്. നമ്മൾക്ക് മാവിനനുസരിച്ചിട്ട് ചിലപ്പം കൂടുതലോ കുറയലോ വരാം, പക്ഷേ ഒട്ടുന്ന പരുവത്തിലായിരിക്കും വരുന്നത്. നമ്മൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുഴയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് കുഴയ്ക്കണം നന്നായിട്ട്. അത് ടൈം ശ്രദ്ധിച്ചാൽ മതി. ഈ കുഴയ്ക്കുന്ന കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സോഫ്റ്റ് പൊറോട്ട കിട്ടും. അപ്പം ഇത് 10 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കുക. അത് 10 മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കും ചിലപ്പോൾ വരുന്നത്. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മൾ കുഴച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യമൊക്കെ ഒട്ടിപ്പിടിച്ചില്ലേ, പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പം ആ ഒട്ടിപ്പിടിക്കലൊന്ന് നിൽക്കും. ഇതിപ്പോൾ ഞാൻ കൈ വാഷ് ചെയ്തിട്ട് വന്നതാണ്. ഇതിനി ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ കയ്യിൽ അധികമായിട്ട് ഒട്ടിപ്പിടിക്കില്ല. അത്രയും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ മാവ് സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും നേരം കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഒട്ടുന്നൊന്നുമില്ല, ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒന്ന് എണ്ണ തടവിയിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുകയാണ്. ഇല്ലെങ്കിൽ തണുത്ത ഒരു ഇതിലായാലും വെച്ചാൽ മതി. ഇതൊരു 1 മണിക്കൂറാണ് ഞാൻ വെക്കുന്നത്. 1 മണിക്കൂർ ഇപ്പോൾ നമ്മൾക്ക് പൊറോട്ടയുടെ ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ആ ഒരു സമയം മതി. അപ്പോൾ ഇത് കണ്ടോ, 1 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വലിയുമ്പോൾ പൊട്ടുന്നില്ല, ഇങ്ങനെ നല്ല ഇതായിട്ടാണ് വരുന്നത്. നമ്മളുടെ ചൂയിങ്ങൊക്കെ ഇല്ലേ, ബബിൾ ഗം ഒക്കെ അതുപോലെ വരുന്നത്, അങ്ങനെ വരണേ. അപ്പോൾ അതിന് ശേഷം ഇനി നമ്മൾക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം. സാധാരണ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ആക്കില്ലേ, അങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ ആക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്കിനി 2 ആക്കണം കേട്ടോ. ഒരെണ്ണത്തിന് തന്നെ 2 എണ്ണം കിട്ടും നമ്മൾക്ക് പൊറോട്ട. അപ്പോൾ ഇത് വീണ്ടും ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, 10-15 മിനിറ്റ്. ഇപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണയും സാധാരണ വേറൊരു ഓയിലും കൂടെ എടുത്തിരിക്കുകയാണ്, സൺഫ്ലവർ ഓയിൽ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. അത് എണ്ണ തടവിയിട്ട് വേണം ഇനി പരത്തിയെടുക്കാൻ. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ പലക ഉപയോഗിച്ചിട്ടാണ് പരത്തുന്നതേ ഉള്ളൂ. ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഇനി ഇതിലോട്ട് എണ്ണ തടവുക. നന്നായിട്ട് എല്ലാവിടെ ആവുന്നത് പോലെ എണ്ണ തടവണം. ഇനി പൊടി ഇടണം. സാധാരണ എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ പൊടി ആവശ്യത്തിന് ഇടുക ഇതിൽ. ഇനി ഇത് ഈ ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലോട്ട് മടക്കുക. അതേപോലെ തന്നെ അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് മടക്കുക. ഈ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അതിനുശേഷം വീണ്ടും എണ്ണ തടവുക, പൊടിയും ഇടുക. ഇങ്ങനെ പൊടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് അത് വീണ്ടും സെൻറ്ററിൽ വെച്ചിട്ട് ഒന്നുകൂടെ മടക്കണം. ഒരു പ്രാവശ്യം ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ ഒന്നും ഇനി എണ്ണയും പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു അറ്റത്തിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് വരിക, ഈ ഒരു അറ്റം വരെ. അപ്പോൾ ഇതേ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നടുവിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബോളിൽ നിന്ന് 2 പൊറോട്ട ഉണ്ടാക്കാനുള്ളത് കിട്ടുമേ. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് ചുരുട്ടി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചുരുട്ടി വെച്ചാൽ മതി. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കണ്ടോ, ഇപ്പം നല്ല ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് വേഗം കാണിച്ചു തരാം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ശരിക്കും നല്ല ലെയറായിട്ട് കിട്ടും. വലിക്കേണ്ടയും അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഭയങ്കര എളുപ്പമല്ലേ ഇത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചുമ്മാ ഒന്ന് വലിച്ച് ചുരുട്ടിയാൽ മാത്രം മതി. കറക്റ്റ് ഇതുപോലെ ചുരുട്ടുവാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ചുരുട്ടുവാണെങ്കിൽ ശരിക്കും നല്ല ലെയറായിട്ട് കിട്ടും. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഇതെല്ലാം പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ കണ്ടോ, എല്ലാം നല്ല ലെയറായിട്ട് വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം വീണ്ടും പരത്തി എടുക്കുകയാണ്. ഇത് ജസ്റ്റ് പിന്നെയൊക്കെ നോർമലായിട്ട് തന്നെ എങ്ങനെയാണോ നമ്മൾ പരത്തുന്നത് അതുപോലെ ഇത് വെച്ചിട്ട് കൈയിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ പരത്തി എടുക്കുക. എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കൂടുതൽ എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ നമ്മൾ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ദേ ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ലെയേഴ്സൊക്കെ ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ മാവ് കുഴയ്ക്കുന്ന ആ ഒരു സമയം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല കയ്യിലൊട്ടാത്ത ആ ഒരു സമയം വരെ നമ്മൾ കുഴച്ച് വയ്ക്കണം. അതിനുശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത്രയും ചെയ്താൽ തന്നെ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടോ, അടുത്തതും അതേപോലെ തന്നെ നല്ല 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾക്ക് എടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അവസാനം ജസ്റ്റ് ഒന്നെല്ലാം കൂടെ അടിക്കുമല്ലോ. അടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ലെയറൊക്കെ അങ്ങനെ വരുന്നത്. എനിക്കത്ര അടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു, എന്നാലും ഇതിലിത് കുറച്ചൊക്കെ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും തന്നെ ലെയേഴ്സൊക്കെ വരുന്നുണ്ട്. കണ്ടു, നല്ല രീതിയിൽ ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ആ പുറം ഭാഗം നല്ല ക്രിസ്പിയും ആണ്. ശരിക്കും ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇത് എളുപ്പമായിരിക്കും. കാരണം എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓർക്കും ഇത് ഭയങ്കര പണിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തപ്പം ശരിക്കും നല്ല സക്സസ് ആയിട്ട് വന്നത്. നല്ല എന്താ പറയുന്നത്, ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിന്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി അഥവാ ഇങ്ങനെ മൊത്തത്തിൽ അടിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ ഓരോന്നെടുത്ത് നമ്മൾ തുണി അലക്കുന്ന പോലെ ഒന്ന് കുത്തി വെച്ചാലും മതി. ശരിക്കും ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് നല്ല ലെയറായിട്ട് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൊറോട്ട റെസിപ്പി. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ, പ്രത്യേകിച്ച് പൊറോട്ട ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.